Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനെ കുറിച്ചാണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ആൻഡ് NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, അതിന്റെ ടെർമിനൽസും ഏതെല്ലാമാണെന്ന് അറിയാം, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ അല്ലെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കേസാണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. Okay, transistor configuration mainly 3 types ആണ്. Okay, 3 ടൈപ്പ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് കോമൺ ബേസ്. കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് ഫസ്റ്റ് വരിക. അപ്പൊ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ നമുക്ക് അറിയാവുന്നതാണ്. ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു NPN ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ബേസ് ഉണ്ട്, എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇനി എമിറ്റർ ഏതാന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? എമിറ്ററിന്റെ ആരോ മാർക്ക് ഉണ്ടാവും അല്ലെ, എമിറ്റർ റീജിയനിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ അല്ലെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന കോമൺ ബേസ് ആണ്. കോമൺ ബേസ് എന്ന് പറയാൻ കാരണം ഈ ബേസ് ടെർമിനൽ എപ്പോഴും എന്തായിരിക്കും? ഇതാണ് ഇൻപുട്ട് റീജിയൻ അല്ലെ, ഇൻപുട്ടിലേക്കുണ്ട്. അതുപോലെ തന്നെ ബേസ് റീജിയൻ എങ്ങോട്ട് വരുന്നുണ്ട്? ഔട്ട്പുട്ടിലേക്കും വരും. അപ്പൊ ഇത് ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. ഓക്കെ, അപ്പൊ ബേസ് റീജിയൻ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നത് എന്തായിരിക്കും? കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്നാണ് പറയാം. ഓക്കെ, ബേസ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ നമുക്കറിയാം. ഇൻപുട്ട് റീജിയൻ നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ അറിയാം ഇത് ഏതാണ്? NPN ട്രാൻസിസ്റ്റർ. വരയ്ക്കുമ്പോ തെറ്റിച്ച് കളയരുത്, NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ലെ ബേസ് എമിറ്റർ റീജിയൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. N ആണ്, N റീജിയനിലേക്ക് നമ്മൾ എന്തുവരും? നെഗറ്റീവ് പൊളാരിറ്റി കൊടുക്കും. P റീജിയനിലേക്ക് നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റിയും അപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്തുവരും? റിവേഴ്സ് ബയാസിംഗ് ആണ്. അപ്പൊ N റീജിയനിലേക്ക് പോസിറ്റീവ് അല്ലെ, അടുത്തത് എന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് എപ്പോഴും കൊടുക്കുന്നത് നമ്മൾ ഒന്നിലധികം സെൽസ് യൂസ് ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് കൊടുത്തു. ഇവിടെ എന്ത് വന്നു? ഫോർവേഡ് ബയാസിംഗ് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയും. നമുക്ക് ഇവിടെ നിന്ന് അറിയേണ്ടത് ഇവിടുത്തെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് അല്ലെ, കളക്ടർ കറണ്ട് IC ആണ്. ഡയറക്ഷൻ അറിയാലോ, പോസിറ്റീവിൽ നിന്ന്. ഓക്കെ, കളക്ടർ കറണ്ട് IC. എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ? എമിറ്റർ കറണ്ട് ആണ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടുത്തെ കറണ്ട് എങ്ങനെയായിട്ട് നമുക്ക് എടുക്കാം? ഇങ്ങോട്ട് ബേസ് കറണ്ട് ആണ്, ഇത് ബേസ് കറണ്ട് IB. അപ്പൊ ഇത് എന്തായിട്ടേ വരുള്ളൂ അല്ലെ? എമിറ്റർ കറണ്ട് IE. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ വരയ്ക്കണോ ശ്രദ്ധിച്ചു വരാം. കോമൺ ബേസ് കോൺഫിഗറേഷൻ നമുക്ക് അറിയേണ്ടത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താന്നുള്ളതാണ്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ നമ്മൾ എടുക്കുന്നത് ആൽഫ എന്നാണ്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആയതുകൊണ്ട് IC ഡിവൈഡഡ് ബൈ IE, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? കളക്ടർ ആണ് ഔട്ട്പുട്ടിലേക്ക് അല്ലെ. ബേസ് കോമൺ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ കളക്ടർ ആണ് എന്തെന്ന് പറയാ? ഔട്ട്പുട്ട് ടെർമിനല്. എമിറ്റർ ടെർമിനലിൽ വരുന്നതാണ് എന്തെന്ന് പറയാ? ഇൻപുട്ട് കറണ്ട് എന്ന് പറയാം. ഓക്കെ, IE. അപ്പൊ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? IC ഡിവൈഡഡ് ബൈ IE എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്തായിട്ട് പറയാം? ഇത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ DC അല്ലെ, DC കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു IC ബൈ IE എന്ന് പറയാം. AC കേസ് ആണ് പറയുന്നതെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE അല്ലെ, ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് ഡിവൈഡ് ബൈ
ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തായാലും ആൽഫ വാല്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടിയുള്ളൂ. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് കളക്ടർ ആയതുകൊണ്ട് ഐ സി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എമിറ്റർ ആയതുകൊണ്ട് ഐ സി ഡിവൈഡ് ബൈ ഐഇ എന്നുള്ള വാല്യൂ എടുക്കാം. ഓക്കെ, നമ്മൾ തിയറി പറഞ്ഞു 100% മൂവ് ചെയ്യുന്നു, കളക്ടറിൽ എത്തുന്ന 98% ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇതിന്റെ വാല്യൂ എത്രയാ വരിക? നമ്മൾ പറഞ്ഞത് കളക്ടറിൽ എത്തുന്ന 98%ഉം ഐ എന്ന് പറയുന്നത് എത്രയാണ്? 100% ആണ് അല്ലെ. അപ്പൊ ഏകദേശം 0.98 ആണ് നമുക്ക് വരിക ആണല്ലോ. 98/100 is equal to 0.98 എന്ന് പറയുന്ന പോലെ തന്നെ ആൽഫ വാല്യൂ വിച്ച് ലൈസ് ബിറ്റ്വീൻ 0.9 and 0.99 എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആൽഫ വാല്യൂ എങ്ങനെയാണ്? ആൽഫ വാല്യൂ ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ കേസ് ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, 0.99 മുതൽ 0.99 വരെ വരാം. ഓക്കെ, ആൽഫ വാല്യൂ ക്ലിയർ ആണല്ലോ. അപ്പൊ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽഫയെ നമ്മൾ പറയുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നാണ്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഇസ് ഈക്വൽ ടു ഐ സി ഡിവൈഡ് ബൈ ഐ ഇ. ക്ലിയർ ആണല്ലോ. ഇറ്റ്സ് വാല്യൂ ലെസ് ദാൻ 1. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എടുക്കണമെങ്കിൽ അല്ലെ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം അല്ലെ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വി ഔട്ട് ഡിവൈഡഡ് ബൈ എന്തായിട്ട് എടുക്കാം? വി ഇൻ എന്നെടുക്കാം ആണല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് ആർ ഒ. ഓക്കെ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ എന്തായിട്ട് എടുക്കാം? ആർ ഒ, ഔട്ട്പുട്ടിന്റെ ഒ അല്ലെ, ഔട്ടിന്റെ ഒ എടുക്കാം. അപ്പൊ ഐ സി ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്? ഇൻപുട്ട് കറണ്ട് ഐ ഇ ആണ് അല്ലെ. ഇൻപുട്ട് കറണ്ട് ഐ ഇ ആയതുകൊണ്ട് ഐ ഇ ഇൻറ്റു നമുക്ക് എന്തെന്ന് കൊടുക്കാം? ആർ ഇ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഐ സി ബൈ ഐ ഇ ഇസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൽഫ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എ സി ആണെങ്കിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൽഫ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും അല്ലെ? ആൽഫ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് എഴുതാം. ഓക്കെ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഇ. ആർ ഇ എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ട് ആണ്. അപ്പൊ ആർ ഐ എടുത്താൽ മതി, ജനറൽ ആയിട്ട് എടുത്താൽ മതി ആർ ഐ. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഐ. ഓക്കെ, ഇനി പവർ ആംപ്ലിഫിക്കേഷൻ എടുക്കുകയാണെങ്കിലോ, പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ് അല്ലെ. ഐ സ്ക്വയർഡ് ആർ ആയതുകൊണ്ട് പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, പവർ ആംപ്ലിഫിക്കേഷൻ ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ? പവർ ഔട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ ഐ സി സ്ക്വയർ ഇൻറ്റു ആർ ഒ അല്ലെ. ഐ സി സ്ക്വയർ ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആയതുകൊണ്ട് ഐ സി സ്ക്വയർ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്ന എമിറ്റർ കറണ്ട് ആയതുകൊണ്ട് ഐ ഇ സ്ക്വയർ ഇൻറ്റു ആർ ഐ എന്നെടുക്കാം. ഓക്കെ, ഐ സി ബൈ ഐ ഇ അല്ലെങ്കിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. അതെന്താണ്? ആൽഫ സ്ക്വയർ ആണ്. ഐ സി ബൈ ഐ ഇ ഇസ് ഈക്വൽ ടു ആൽഫ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായിട്ട് വരുള്ളൂ? ആൽഫ സ്ക്വയർ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഐ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും എടുക്കാം, അതുപോലെ തന്നെ പവർ ആംപ്ലിഫിക്കേഷനും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ ആൽഫ. ഓക്കെ ആണല്ലോ.
ഓക്കെ, ഇപ്പൊ ഇതാണ് കോമൺ ബേസ് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പൊ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കണം കോമൺ ആയിട്ട് വരേണ്ടത്? എമിറ്റർ ആണ് അല്ലെ. എമിറ്റർ റീജിയൻ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ അല്ലെ കോൺഫിഗറേഷൻ നടത്താം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമുക്കൊരു അല്ലെ വരയ്ക്കാം. ഇവിടെ ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, എമിറ്റർ റീജിയനിൽ ആരോ മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ അല്ലെ. എമിറ്റർ റീജിയൻ ആണ്. എമിറ്റർ റീജിയന്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ഔട്ട്പുട്ടിലേക്കും എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എമിറ്റർ റീജിയൻ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് കോമൺ ആണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഓക്കെ, എപ്പോഴും എമിറ്റർ ബേസ് റീജിയൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് അല്ലെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് എൻ ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് N എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ടെർമിനൽ, Pയിലേക്ക് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയി. ഇവിടെ എന്തായിട്ട് വരണം? റിവേഴ്സ് ബയാസ്ഡ് ആക്കണം. N റീജിയനിലേക്ക് പോസിറ്റീവ് പൊളാരിറ്റി, P റീജിയനിലേക്ക് നെഗറ്റീവ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ബേസിലേക്കാണ് അല്ലെ. എമിറ്റർ കോമൺ ആണ്. അപ്പൊ ബേസിലേക്ക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? VBB എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ബേസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് VBB. ഇവിടെ ഏതേ വരുള്ളൂ? VCC. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കണം അല്ലെ? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇത് ബേസ് കറണ്ട് ആണ് IB. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയായിരിക്കണം? കളക്ടർ കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കാണിക്കുക, എന്തായിട്ട് എഴുതാം? IC. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെന്ന് വരുന്നുണ്ട്? IE കറണ്ട്, ബേസ് കറണ്ടും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് IE. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയേണ്ട കേസ് എന്താണ്? ഇതിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണെന്നുള്ളതാണ്. നമ്മൾ സർക്യൂട്ട് വരച്ചു. സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് മാത്രം പഠിച്ചിരിക്കാം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ അല്ലെ, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഇൻപുട്ട് കറണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഔട്ട്പുട്ട് റീജിയൻ ഇവിടെയാണ് അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? IC ആണ്. ആണല്ലോ. ഇൻപുട്ട് റീജിയൻ ഇവിടാണ്. ഇവിടെ എമിറ്റർ കോമൺ ആയതുകൊണ്ട് ഇൻപുട്ട് കറണ്ട് ഏതേ എടുക്കുള്ളൂ? IB എന്നാണ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ എങ്ങനെയാ പിടിക്കുക? അപ്പൊ IC ബൈ IB അല്ലെ, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, IC ഡിവൈഡഡ് ബൈ IB. ഓക്കെ, AC ബേസ്ഡ് ആണെങ്കിൽ എന്ത് വരാം? ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്ന് എഴുതാം. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബീറ്റ എന്നാണ്. ഓക്കെ, അപ്പൊ കോമൺ എമിറ്റർ കോൺഫിഗറേഷനില് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ. ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡ് ബൈ ഡെൽറ്റ IB എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതുപോലെ തന്നെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും എഴുതാം, പവർ ആംപ്ലിഫിക്കേഷനും നമുക്ക് നേരത്തെ പോലെ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ AV അല്ലെ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC ഇൻറ്റു RO അല്ലെ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB ഇൻറ്റു RI. ഓക്കെ, ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബീറ്റയാണ്. അപ്പൊ ബീറ്റ ഇൻറ്റു അല്ലെ, ബീറ്റ ഇൻറ്റു RO ഡിവൈഡഡ് ബൈ RI എന്ന് എഴുതാം. ഓക്കെ, പവർ ആംപ്ലിഫിക്കേഷൻ ആണെങ്കിലോ, പവർ ആംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ I²R എന്നുള്ള രീതിയിലാണ് വരിക അല്ലെ. അപ്പൊ പവർ ആംപ്ലിഫിക്കേഷൻ നമുക്ക് എഴുതാം. പവർ ആംപ്ലിഫിക്കേഷൻ AP ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC²
ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ബി സ്ക്വയർ ഇൻറ്റു ആർ ബി അല്ലെങ്കിൽ ആർ ഐ. ഓക്കെ, ഐ സി സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ എന്തായിട്ട് വരും? ആർ ഐ. ഓക്കെ, അപ്പൊ നമുക്ക് പവർ ആംപ്ലിഫിക്കേഷനും അറിയാം, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും അറിയാം, എന്തുവരെ കറണ്ട് ആംപ്ലിഫിക്കേഷനും അറിയാം. ഓക്കെ, നമുക്ക് അറിയേണ്ടത് കൂടുതലും എന്തുവരാം? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആണ്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, അടുത്ത കോൺഫിഗറേഷൻ ആണ് നമുക്ക് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ കോമൺ കളക്ടർ കോൺഫിഗറേഷനിലെ കളക്ടർ ആണ് കോമൺ. കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഏതാ വരിക? കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് കളക്ടർ. ഓക്കെ, ഓക്കെ, ഇത് ഔട്ട്പുട്ട്. അപ്പൊ നോക്കിയേ, കളക്ടർ ടെർമിനൽ, ഇത് ബേസ് ടെർമിനൽ, ഇത് എമിറ്റർ ടെർമിനൽ. കളക്ടർ ടെർമിനൽ എന്തായിരിക്കും? കളക്ടർ ടെർമിനൽ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെ, ഇൻപുട്ട് റീജിയൻ എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. ഇത് എൻ പി എൻ ആയതുകൊണ്ട് ഇവിടെ അല്ലെ ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് എൻ റീജിയൻസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ലെ കണക്ഷൻ ഈ രീതിയിലായിട്ട് നമുക്ക് കൊടുക്കാം, റിവേഴ്സ് ബയസ്ഡ് ആയി. ഓക്കെ, അപ്പൊ കളക്ടർ കോൺഫിഗറേഷൻ വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സാധാരണ കേസിൽ അതിന്റെ ചുമ്മാ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ മാത്രമേ പറയാറുള്ളൂ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ എവിടെയാണ്? എമിറ്ററിലാണ് അല്ലെ, എമിറ്റർ ആണ് ഔട്ട്പുട്ട് റീജിയനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഐ ഡിവൈഡഡ് ബൈ ബേസ് റീജിയനിലാണ് എന്തെന്ന് പറയാം അല്ലെ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഐ ബി. അപ്പൊ ഐ ഇ ഡിവൈഡഡ് ബൈ എന്തായിട്ട് കൊടുക്കാം? ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് എടുക്കാം. ഓക്കെ, വളരെ റെയർ കേസ് ആണ്, നമ്മൾ അല്ലെ വലിയ യൂസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ കളക്ടർ, കോമൺ കളക്ടർ എന്ന് പറയുമ്പോൾ ഗാമയാണ് അതിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അല്ലെ. കോമൺ കളക്ടറിൽ ഗാമയാണ് അതിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, അപ്പൊ 3 കോൺഫിഗറേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. ഓക്കെ, ഇനി നമുക്ക് അവ തമ്മിലുള്ള റിലേഷൻ ആണ് അറിയേണ്ടത്. ഓക്കെ, ആൽഫയും ബീറ്റയും ഗാമയൊക്കെ തമ്മിലുള്ള റിലേഷൻസ് അല്ലെ. ആൽഫയും ബീറ്റയാണ് വളരെ ഇമ്പോർട്ടന്റ്, അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ പറയുന്നതിന് നമുക്ക് അറിയാം എമിറ്റർ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ബി പ്ലസ് ഐ സി ആണ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനില് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വെച്ച്? ഐ സി വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഐ ഇ ഡിവൈഡഡ് ബൈ ഐ സി, ഐ ബി ബൈ ഐ സി, ഐ സി ബൈ ഐ സി അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എന്തേ വരുള്ളൂ? ഐ ഇ ബൈ ഐ സി പ്ലസ് ഐ ബി ബൈ ഐ സി ഈക്വൽ ടു ഐ ബി ബൈ ഐ സി പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷൻ അല്ലെ, എമിറ്റർ കറണ്ട് ഇസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്തു? ഐ സി വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് അല്ലെ ഡിവൈഡ് ചെയ്ത ഇക്വേഷനെ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാവുന്നതാണ് ഐ സി അല്ലെ, ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൽഫ അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം എന്ത്? ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ. ഐ സി ബൈ ഐ ബി ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ആൽഫയും ബീറ്റയും നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ഇ ബൈ ഐ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? 1 ബൈ ആൽഫ എന്ന് എടുക്കാം. ഐ സി ബൈ ഐ ആണ് ആൽഫ. അപ്പൊ തിരിച്ചു വരുമ്പോ 1 ബൈ ആൽഫ അല്ലെ. അപ്പൊ 1 ബൈ ആൽഫ ഈക്വൽ ടു അല്ലെ 1 ബൈ ആൽഫ. ഈ ഇക്വേഷൻ ആണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ 1 ബൈ ആൽഫ ഇസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. അപ്പൊ ഐ ബി ബൈ ഐ സി എന്ന് പറഞ്ഞാൽ 1 ബൈ ബീറ്റ, 1 ബൈ ബീറ്റ പ്ലസ് 1 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് റീഅറേഞ്ച്മെന്റ് കൊടുക്കാം. 1 പ്ലസ് അല്ലെ ബീറ്റ കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ ആൽഫ എന്ന് എഴുതാം അല്ലെ.
1/alpha is equal to 1 plus beta divided by beta. ഇവിടെ നിന്ന് ആൽഫ is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ is equal to beta divided by 1 plus beta. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. അപ്പൊ ആൽഫ is equal to എന്ത് വരും? ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഓക്കെ ആണല്ലോ. ഓക്കെ, ആ ഇക്വേഷൻ ആണെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാ വരുന്നതെന്നുള്ളതാണ് അറിയാമെങ്കിൽ പിന്നെ ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആൽഫ is equal to ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ നേരെ തിരിച്ചു എഴുതാം അല്ലെ. ഈ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ 1/alpha മൈനസ് 1 അല്ലെ, 1/alpha മൈനസ് 1 is equal to നമുക്ക് എങ്ങനെ എഴുതാം? 1/beta എന്ന് എഴുതാം. ഓക്കെ, 1/alpha മൈനസ് 1 is equal to 1/beta. ഇനി ഇവിടെ ഒന്ന് സോൾവ് ചെയ്താൽ 1 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ അല്ലെ ഈക്വൽ ടു 1/beta എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിന്ന് ബീറ്റ എഴുതുമ്പോ എങ്ങനെ വരും? ബീറ്റ ഇസ് ഈക്വൽ ടു അല്ലെ ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പൊ ബീറ്റയുടെ ഇക്വേഷനും കിട്ടി, ആൽഫയുടെ ഇക്വേഷനും കിട്ടി. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഇനി അതുപോലെ ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ എന്നുള്ള കേസും ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ക്ലിയർ ആണല്ലോ. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് അല്ലെ, ബീറ്റ ഇസ് ഈക്വൽ ടു ഓക്കെ, ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിന് തമ്മിലുള്ള റിലേഷൻ അല്ലെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ എല്ലാ കേസിലും പറഞ്ഞു. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആൽഫയും ബീറ്റയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവ തമ്മിലുള്ള റിലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളുക. കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.